അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന V1000 എന്ന് പറയുന്ന Yaskawa എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു അൺബോക്സിങ്ങും അതിന്റെ പാരാമീറ്റർ ചേഞ്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിന്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് V1000 എന്ന് പറയുന്ന Yaskawa എന്നുള്ള ബ്രാൻഡിൻ്റെ VFD കുറിച്ചാണ്. അത് നമുക്ക് ആദ്യം ഇതാണ് നമ്മുടെ ബോക്സ് പീസ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ നെയിം പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് CIMR VT4. ഇതാണ് ഇവിടെ നിന്ന് ഈ കാണുന്നതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്ന സംഭവം. ബാക്കി ഇതിൻ്റെ സീരിയൽ നമ്പർ, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, മാനുഫാക്ചേഴ്സ് കൊടുക്കുന്ന മറ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, V1000 എന്നുള്ള മെയിൻ സീരീസാണ് Yaskawൻ്റെ V1000 എന്ന് പറയുന്ന സീരീസാണ്. V1000ൻ്റെ പുതിയ മോഡൽ, V1000ൻ്റെ പുതിയൊരു അപ്ഗ്രേഡഡ് വേർഷൻ വന്നിട്ടുണ്ട്. GA500 എന്നാണ് അതിൻ്റെ പേര്. അതേപോലെ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള V1000 പകരമുള്ള ഒരു മോഡലാണ് A1000 എന്ന് പറയുന്നത്. A1000നും ഈക്വലൻ്റ് ആയിട്ട് പുതിയ അപ്ഗ്രേഡ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് GA700 എന്ന് പറയുന്ന ഒരു സീരീസിൽപ്പെട്ടിട്ടുള്ള ഡ്രൈവാണ് വന്നിരിക്കുന്നത്. എനിവേ, അപ്പോൾ നമുക്ക് ഈ ബ്രാൻഡ്, അതായത് V1000 എന്ന് പറയുന്ന മോഡൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവ് V1000. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം കാണാൻ വളരെ ക്യൂട്ടായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വളരെ എളുപ്പമാണ്. അതായത് ഇതിൻ്റെ റൺ കമാൻഡും അതുപോലെ സ്റ്റോപ്പ് കമാൻഡ്, ഇതിൻ്റെ ബട്ടൺസ് എല്ലാം ഭയങ്കര ക്വാളിറ്റി ഉള്ള ബട്ടൺസാണ്. ഈ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ജാപ്പാനീസ് ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെയിം പ്ലേറ്റ് നമുക്കൊന്ന് നോക്കാം. അതായത് ഇതാണ് ആക്ച്വലി ഡ്രൈവിൻ്റെ നെയിം പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം കാണുന്നത് CIMR VT4, അത് അതിൻ്റെ മോഡൽ നമ്പറാണ്. അതിനുശേഷം പിന്നെ നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ കിലോ വാട്ട് എത്രയാണെന്നാണ്. നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. 1.5 കിലോ വാട്ട് ഒരു ബാർ ഇട്ടിട്ട് 0.75 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 1.5 കിലോ വാട്ട് നോർമൽ ഡ്യൂട്ടിയും 0.75 കിലോ വാട്ട് ഹെവി ഡ്യൂട്ടി എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. അതേപോലെ ഇൻപുട്ട് വന്നിട്ട് 3 ഫേസ്, അതായത് 380 to 480 വോൾട്ടേജ് 3 ഫേസ് ആണ്, 50 ഹെർട്സ് ആണ്. അതുപോലെ ആംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ മോഡൽ നമ്പറിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ആംസിൻ്റെ കപ്പാസിറ്റിയും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ CIMR കഴിഞ്ഞിട്ട് VT കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ നമ്പർ, അത് അതിൻ്റെ ആംസിനെയാണ് സൂചിപ്പിക്കുന്നത്. 4 ആംസ് ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡ്രൈവിൻ്റെ മോഡൽ നമ്പർ കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ എത്ര ആംസ് ആണ് അത് ക്യാരി ചെയ്യുന്ന ആംസ് മറ്റേ കപ്പാസിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നോക്കേണ്ടത്, ഇവിടെയും ഒരു മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലും ഒരു മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാവും, സീരിയൽ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ടെർമിനൽസും അതിൻ്റെ ഉള്ളിലുള്ള കൺട്രോൾ ടെർമിനൽസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതൊന്നും നോക്കാം. ഇപ്പം നമ്മൾ ഡ്രൈവിൻ്റെ ഈ കൺട്രോൾ ടെർമിനലിൻ്റെ ബോക്സ്, ആ ഏരിയ നമ്മൾ അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പൊസിഷൻ. അതുപോലെ ഇവിടെയും ഇതാണ് ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പഴയ ഐറ്റംസ്. നമ്മൾ ജസ്റ്റ് അത് അഴിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബോക്സിനകത്ത് തന്നെ മോട്ടറിൻ്റെ ടെർമിനൽസിൻ്റെയും അതേപോലെ DC ബസ് വോൾട്ടേജ് B1 B2, അത് ബ്രേക്കിൻ്റെ ടെർമിനൽസും ഇതെല്ലാം ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഡീറ്റെയിൽഡ് വയറിംഗ് ഡയഗ്രാം ഇതിൻ്റെ മാനുവൽ ഉണ്ട്, അത് അവൈലബിൾ ആണ്. ജസ്റ്റ് V1000 മാനുവലിന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് ഇതിൻ്റെ ടെർമിനൽസ് ആണ്. ടെർമിനൽസ് മെയിനായിട്ട് ഇതിൻ്റെ വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ഭാഗത്ത് കാണിക്കുന്ന R+, R-, S+, S- എന്ന് പറയുന്ന ടെർമിനൽസ് എല്ലാം മോഡ് ബസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ P1, P2, PC എന്ന് പറയുന്നത് അത് ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് റിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതേപോലെ A1, A2 എന്ന് പറയുന്ന അനലോഗ് ഇൻപുട്ടും B+ അതിൻ്റെ കോമണുമാണ്.
നമുക്കത് പൊട്ടൻഷ്യോമീറ്ററിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനലോഗ് ഇൻപുട്ട് ഫീൽഡിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചറിൻ്റെയോ പ്രഷറിൻ്റെയോ ഏതെങ്കിലും ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന 420 മില്ലി ആംസ് നമുക്ക് ഇൻപുട്ടായിട്ട് ഫീഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ AM എന്ന് പറയുന്ന അനലോഗ് ഔട്ട്പുട്ടാണ്. നമുക്ക് ഈ ഡ്രൈവിൽ നിന്ന് നമുക്കൊരു അനലോഗ് ഔട്ട്പുട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ അതിനൊരു കോമൺ AC എന്ന് പറയുന്ന കോമൺ, പിന്നെ അതേപോലെ S1 S2 S3 എന്ന് പറയുന്ന ടെർമിനൽസ് ഇതിൻ്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട്സ് ആണ്. S1 to S7 ഇതിൻ്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട്സ് ആണ്. ഓക്കെ, പിന്നെ ബാക്കി ഈ RP MP ഇതൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് MA MB MC എന്ന് പറയുന്നത് ഇതിൻ്റെ റിലേ ഔട്ട്പുട്ടാണ്. അത് നമുക്കൊരു കോമണും ഒരു NOയും ഒരു NCയും നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ നമുക്ക് വരുന്നൊരു ടെർമിനൽസ് ആണ് ഇഥർനെറ്റ് കേബിൾ. നമുക്ക് ഡ്രൈവിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പോർട്ടാണ് ഇത് ഇഥർനെറ്റിൻ്റെ. ഇത് നമുക്ക് ഡ്രൈവിൻ്റെ ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ത്രൂ നമുക്ക് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് 3 ഇൻപുട്ട്, അതായത് RYB നമ്മൾ ഇൻപുട്ട് സപ്ലൈയും അതേപോലെ തന്നെ മോട്ടറിൻ്റെ UVW 3 ടെർമിനൽസുമാണ് ഇവിടെ വരുന്നത്. നടുക്ക് കാണുന്ന ഈ B1 B2 എന്ന് പറയുന്ന ടെർമിനൽസ് ബ്രേക്കിംഗ് റെസിസ്റ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്ന ടെർമിനൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡിസ്പ്ലേ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരു തവണ ഇത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട്. അതായത് 1-2 പാരാമീറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കൂടുതൽ മനസ്സിലാവും. എന്തായാലും ഈ ടെർമിനലിലെ ലോക്കൽ റിമോട്ടിന് വേണ്ടിയിട്ടും പിന്നെ എൻ്റർ, അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, റീസെറ്റ്, എസ്കേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അലാറം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അലാറം മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഈ റൺ ബട്ടണിൻ്റെ തൊട്ട് തന്നെ ഇവിടെ ഒരു LED കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇത് ഡ്രൈവ് റൺ കമാൻഡിലാണോ ഓടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് ആയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ടെർമിനൽസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സോ ഉണ്ടെങ്കിൽ ദയവായി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക്, റിലേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രൊഫഷണൽസിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.